62ാമത് കലോത്സവം അത് കൊല്ലത്ത് ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1ാം വേദിയിൽ മോഹിനിയാട്ടം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് 24 വേദികളാണ് നമുക്കുള്ളത്. ഈ 1ാം വേദി അടക്കം 24 വേദികളാണ്. അവിടെയൊക്കെ തന്നെ കുട്ടികൾ മാറ്റുരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, കേരളത്തിൻ്റെ 14 ജില്ലകൾ, അതായത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉള്ള കുട്ടികളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് കേരളം വിട്ടും കുട്ടികൾ വരുന്നു എന്നുള്ളതാണ് പെർഫോം ചെയ്യാനായിട്ട്. നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. അതായത് കശ്മീരിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളാണ്. ഇവർ കേരളത്തിലാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് ഇവരുടെ മത്സര രംഗത്തും വന്നിട്ടുള്ളത്. നമുക്ക് അവരെ കുറിച്ച് തന്നെ അറിയാം. എന്തായാലും എനിക്ക് കശ്മീരി ഹിന്ദിയും കശ്മീരി ഭാഷയും അങ്ങനെയൊന്നും അറിഞ്ഞൂടാ. നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കാം അല്ലേ? വാട്ട്സ് നെയിം? Akib. Akib. Yes. From Kashmir to here, Kerala. Yes, I study in Markaz Kozhikode, Karanthur. Yes. നമുക്ക് എന്തായാലും ഇവരുടെ അധ്യാപകർ കൂടെ വന്നിട്ടുണ്ട്. അവരുടെ അടുത്ത് എങ്ങനെ ചോദിക്കാം ഇവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ. സാർ ഒന്നും ഇങ്ങോട്ട് വരും. സാറിന്റെ പേര് എങ്ങനെയാണ്? പേര് നൗഫൽ. ക്യാമറ. നൗഫൽ. നൗഫൽ. എങ്ങനെയാണ് നമ്മുടെ ഈ കുട്ടികൾ ഇവിടെ? നമ്മുടെ കാശ്മീരി സ്റ്റുഡൻസ് പഠിക്കുന്നത് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരന്തൂർ ഷെയ്ഖ് അബൂബക്കർ കാന്തപൂർ ഉസ്താദിൻ്റെ സ്ഥാപനത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ടും 2011 മുതൽ സ്ഥിരമായിട്ടും സംസ്ഥാന ലെവലിൽ പ്രൈസ് നേടുന്ന വിദ്യാർത്ഥികളാണ്. നല്ല കലാപരമായിട്ടും കായിക മത്സരങ്ങളിലൊക്കെ നന്നായി പങ്കെടുക്കാൻ സ്മാർട്ടായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. നമുക്കവരുടെ പെർഫോമൻസ് കാണാം. ഉറുദു സ്പീച്ച് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ലെവലിൽ എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാവരും. പിന്നെ നമുക്ക് നാളെ വരെ പോയം റൈറ്റിംഗ്, എസ് എ റൈറ്റിംഗ്, അതൊക്കെ നമുക്ക് നാളെ നടക്കാവുന്ന മത്സരങ്ങളാണ്. ഇവരെ പഠിപ്പിച്ചെടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നമുക്ക് ഇല്ല, ഇവർക്ക് നമുക്ക് ലാംഗ്വേജ് മലയാളം ലാംഗ്വേജ് അല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, ഉറുദു ലാംഗ്വേജ് ആണ്. ഉറുദു അധ്യാപകൻ അഹമ്മദ് സാർ ഉണ്ട്. അഹമ്മദ് സാർ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നല്ല ട്രെയിനിങ് കൊടുക്കുന്ന അധ്യാപകനാണ്. ഉറുദുലാണ്. അതെ, ഉറുദുലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ ഭാഷ നമുക്കൊന്ന് കേൾക്കാം. യെസ്, അവരുടെ ഒരു പെർഫോമൻസ് ഉറുദു. അതെ. ഓക്കെ, താങ്ക് യു. Just perform this. What? My name is Mohammad Irfan and I am from Kozhikode, from Markaz. I am studying from last 3 years in Markaz in Kerala. I came here to participate in essay writing Urdu. I got the opportunity to participate here. I am very. Perform the item. Yes. Could you please perform the item? Yes, I didn't perform, but tomorrow is my program. I have to perform tomorrow. I hope that I will. So I'm very happy to stand in front of you. First of all, I'm thankful for government of Kerala who gave a chance, such a chance. That type of chance we not got in Jammu and Kashmir. So my Urdu speech, I got a grade. Yeah, last year also I got a grade in Urdu speech. Kozhikode. Yeah. In Kozhikode. Yes, Kozhikode. So one thought is in my speech. सदा ऐशवा दौरा दिखाता नहीं, गया वक्त गुजरा हाथ आता नहीं, तेरी आग इस हाकदा से नहीं, जहाँ तुझसे है तू जहाँ से नहीं, बड़े जा ये खाकदा तोड़ कर, तिलिस्मी जमा और मकां तोड़ कर, हर एक मुंतजिर है तेरी यलगार का, तेरे शौके फिक्रो दीदार का. So thank you. Thank you. Yes. ഇടുക്കിയിലെ കാട്ടുപ്രദേശങ്ങളിൽ ഇത് സ്പീച്ച് തന്നെയാണോ? ഓക്കെ. കലാരൂപമാണ് ഞങ്ങൾ ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ I thankful to Kerala government who conduct a such type of program to us. In our Jammu and Kashmir there is not conduct such type of program. In Kerala, Kerala government give a chance to yes, gave a chance, and we thankful to Kerala government, and especially we thank to our Ustad Sheikh Abubakar Ahmed who gave us every facilities to reaching school colors up to here state level, and I thankful to our staff. This is the second time, right? Yes, second time. Last year also Kozhikode Urdu speech, now also with A grade. I especially thankful to our sir who came with us and who gave us every facilities to reaching still state level, and especially I thankful to our Sheikh Abubakar Ahmed Ustad who gave us every facilities, and all the staff of our Kashmiri home Markaz Jamia Markaz Saqafat Sunniya. Okay. So
So could you please perform the item? Yes, in State College also they give me a topic, the role of Urdu language in social developments. Okay. So the very nice topic, I performed very well. That's why I got with A Social grade. development actually it's a relevant, right? Yes. What is the role of Urdu language in social developments? That's why I came. And I say one thought about in Urdu language. Okay. लहू कहते हैं, जान कहते हैं, फ़ख्रे हिंदुस्तान कहते हैं, जो मिटाने से भी ना मिट सके उसे उर्दू ज़ुबान कहते हैं. Thank you. Have a nice day. Okay. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദിയുണ്ട് സർ, കേരള വിഷൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ. കേരള വിഷൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരാണ്. Okay, thank you. എങ്ങനെയാണ് വീട്ടിലേക്കൊക്കെ പോയി വരുന്നത്? കാശ്മീരിൽ പോയി വരുന്നത്? ഇവര് വർഷത്തിൽ ഒരു തവണ മാത്രമേ പോവാറുള്ളൂ. വർഷത്തിൽ വെക്കേഷൻ സമയത്ത് മാത്രമേ പോവാറുള്ളൂ. ഇവർ അക്കോമഡേഷനും മറ്റു എല്ലാ സൗകര്യങ്ങളും മർക്കസ് ഫ്രീ ആയിട്ട് നൽകിക്കൊണ്ടാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ഓക്കെ. ഇവർക്ക് ഹയർ ക്വാളിഫിക്കേഷന് വേണ്ടിയും ഇത്തരം അവസരങ്ങൾ കേരളത്തിൽ മാത്രമേ ഇവർക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതെ, അപ്പൊ കേരള ഗവൺമെന്റിനാണ് നമ്മൾ ഒരുപാട് താങ്ക്സ് അറിയിക്കേണ്ടതുണ്ട്. ശരി, ഈ അവസരം ഉപയോഗപ്പെടുത്തിയാണ്. താങ്ക് യു. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് സർ. ഓക്കെ, താങ്ക് യു.